പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കർത്താവിന് അനുഗ്രഹീതനായ വൈദികൻ സ്നേഹമുള്ളവർ, ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലും പരേതനായ ത്രേസ്യ കളരിക്കൽ 7ാമത്തെ ചരമദിനം, ചിന്നമ്മ യോഹന്നാൻ, ബിനോയി മേപ്രത്തേര്, മാർക്കോസ് തറവട്ടത്തിൽ എന്നീ പരേതരായ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. സ്ഥിരതയുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടി ആശാ പ്രിൻസിന് പ്രത്യേകമായ നിയോഗം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ജോസ് കരവറിന് ഹൃദയകാരിയായി ഈ കുർബാനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന റാണി ചക്കാലയ്ക്ക്, രാജീമോൻ ജോസഫ്, ലിസി തൊണ്ടത്ത് എന്നിവരെ ഈ നിയമങ്ങളോടൊപ്പം ചേർത്ത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് പല വിവാദത്തിലും സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിയുന്നുണ്ട്. ഒരു കാര്യം മാത്രം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആരോഗ്യനില നമ്മുടെ പ്രാർത്ഥന വിഷയമാകേണ്ടതും ദൈവനിയോഗത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായി സമർപ്പിച്ചുകൊണ്ട് ഈ കുർബാന നമ്മൾ അർപ്പിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ഈ പരിശുദ്ധമായ പേരിൽ നമുക്ക് പിതാവായ ദൈവത്തിന്റെ സന്നദ്ധി ആകും. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ ഉണ്ടാകുന്നതിന് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം നമ്മുടെ പാവങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Amen.
സർവശക്തനായ ദൈവമേ, എപ്പോഴും യുക്തമായ കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായവയിൽ വാക്കിലും പ്രവൃത്തിയിലും വ്യാപരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് ഈ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്, അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ആദരഹൃദയനും കാരുണ്യവാനുമാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. കർത്താവ് ആദരഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആദരഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആദരഹൃദയനും കാരുണ്യവാനുമാണ്. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. നമ്മുടെ പാവങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവ് ആദരഹൃദയനും കാരുണ്യവാനുമാണ്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഉള്ളത്രാഗ്രഹത്തിൽ നമ്മുടെ പാവങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അനുഭവപ്പെടുന്നു. കർത്താവ് ആദരഹൃദയനും കാരുണ്യവാനുമാണ്. എന്റെ സഹോദരേ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 16 മുതൽ 23 വരെ. സഹോദരരെ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഘോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഘോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങൾ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുമെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ മനുഷ്യന്റെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേഫായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേത് തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. സുവിശേഷ ഗീതികൾ പാടാം.
ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്ദി ചെയ്യുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, അതിശയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരു ജീവിതത്തിൽ അടിക്കുന്നവന് മറ്റേ ചുവട് കാട്ടി കാണിച്ചു കൊടുക്കുക, മേലെടുക്കുന്നവനെ ഉപായം കൂടി എടുക്കുന്നതിൽ നിന്ന് അറിയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരു കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുകയും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാവങ്ങളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാവങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് ഉദ്ദേശിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? ഒഴുക്കത്തോടും തിരിച്ചു കിട്ടുമെന്ന് ഉദ്ദേശിച്ച് പാവികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും, അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിയോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവും കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ഇവിടെ ജോലി ഞാനോട് സുഖമാണോ ആകെ ഞായറാഴ്ച പുറത്തിറങ്ങുന്ന സമയത്താണ് അവാസിങ്ങനെ ജോലി ചെയ്തത്. ഞാൻ അന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ ചോദിച്ചു. ഇന്നത്തെ ഒരു സുവിശേഷത്തിന്റെ സന്ദേശം പ്രത്യേകിച്ച് ഇത് ലാറ്റിൻ ക്രമം അനുസരിച്ച് സി ഞായറാണ്, സി വർഷമാണ്. ABC എന്നിങ്ങനെ ആണ്ടുവട്ടത്തിൽ 3 വർഷങ്ങളായി തിരിച്ച് ലാറ്റിൻ ക്രമത്തിൽ അത് ഈ സുവിശേഷങ്ങളിലുള്ള പ്രത്യേകിച്ച് സമാന്തര സുവിശേഷം ഗ്ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ ഞായറാഴ്ച കാണിച്ചു തീർക്കാൻ നമ്മുടെ ക്രമത്തിന് വേണ്ടി ലാറ്റിൻ ക്രമത്തിൽ ഞായറാഴ്ച 3 വർഷങ്ങളായി ABC സി വർഷമാണ്. സി വർഷത്തിൽ ഗ്ലൂക്കോസ് സുവിശേഷമാണ് ഭാഗം. ലക്ഷണറി എന്റെ വായന പുസ്തകങ്ങൾ വരുമ്പോൾ പഴയ നിയമഭാഗങ്ങൾ വായിക്കും. വായിക്കേണ്ട ഒന്നാം സാമൂഹിക പുസ്തകത്തിനുള്ള വായന സ്വഭാവം ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ട മറുപടി, നമ്മൾ പറയേണ്ട മറുപടി പറയുന്നത് നമ്മളെല്ലാം സുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനിയാണെങ്കിൽ നമ്മൾ ആരോട് പറയുക എന്താണ് പനിയാണെന്ന് ആരും പറയും. വളരെ സത്യസന്ധരായിരിക്കും കാര്യം. രാവിലെ എഴുന്നേറ്റ് വേഗവേഗനാണെങ്കിൽ ആദ്യം കാണുന്ന നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുള്ളൂ. നോട്ട് ഗുഡ് എന്ന് നമ്മൾ ശീലിച്ചിട്ടില്ല. അതുപോലെ ബുദ്ധിമുട്ടുള്ള ഇതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിമുട്ടുള്ള അറിയിക്കേണ്ടതെന്നുള്ളൊരു നമ്മുടെ സോഷ്യൽ ആരെങ്കിലും ഒന്ന് കാണുമ്പോൾ ഗുഡ് മോർണിംഗ് തന്നെ പറയണമെന്നാണ് നമ്മൾ അന്ന് പഠിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച ആ ചേച്ചിയോട് ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് ഈ കാര്യം പറയണമെന്ന് തോന്നി. അതായത് നമ്മൾ പറയുന്ന മറുപടി നമ്മൾ എന്ത് കാരണത്താൽ ഈ അവസ്ഥയിലായിരിക്കുന്നു എന്ന് പറയാം. ഉദാഹരണം, ബാബിലോൺ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ
യുവാവുണ്ടായിരുന്നു ദാനിയേൽ. ഈ ദാനിയേലിന് നബൂഖദ്നേസർ രാജാവ് രാജാവിനെ ആരാധിക്കാത്തതിന്റെ പേരിൽ സിംഹങ്ങളുടെ കുടികൾ, രാജാവിനെ ദൈവമായി വണങ്ങാത്തതിന്റെ പേരിൽ ദാനിയേൽ പുസ്തകത്തിൽ അവസാന പുസ്തകത്തിൽ സിംഹങ്ങളൊക്കെ പറയുന്നുണ്ട്. ആഴ്ചകളോളം പട്ടിണിക്കുള്ള സിംഹങ്ങളുടെ കുടിയിലേക്കാണ് എഴുതുന്നത് പറയുന്നത്. ഇവരാണ് പട്ടിണി കിടന്ന സിംഹങ്ങളുടെ കുടിയിലേക്ക് ദാനിയേലിനെ എറിഞ്ഞിട്ട്. എന്നാൽ ദാനിയേലിനോട് രാജാവിന്റെ പ്രത്യേക മാതൃകയുണ്ട്. പ്രഭാതത്തിൽ നിന്ന് അസ്ഥികൾ എന്തെങ്കിലും കിട്ടിയാലൊരു എന്താണ് അന്ത്യകർമ്മം തന്നെ ചെയ്യാനുള്ള പ്രതീക്ഷയായിരിക്കണം രാജാവ് പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ കുടിയുടെ വാതിൽക്കൽ ചെന്നിട്ട് പരസ്യപ്രകാരം എഴുതിയിരിക്കുക ദാനിയേൽ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ, അതായത് ഈ രാജാവ് നബൂഖദ്നേസർ രാജാവ് നല്ലൊരു നാടനായിരിക്കണം. കാരണം അതുവരെ ഒരു സുഖത്തിനായി എല്ലാവരും എഴുന്നേറ്റ് കുടിയുടെ വാതിൽക്കൽ ചെന്നിട്ട് അഭിനയിച്ചു ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു, ദാനിയേലേ, നീ ജീവനോടൊപ്പം? രാവിലെ അതിരാവിലെ 10 മണിക്ക് അമ്മായിമ്മ എഴുന്നേറ്റ് കണ്ണും തിരിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഉച്ചക്കത്തെ വയറൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മായിമ്മ ചോദിക്കുകയാണ്, അതിരാവിലെ 10 മണിക്ക് ചോദിക്കുകയാണ്, ഇന്ന് വയറാണോ ഉണ്ടാക്കാൻ ചോദിച്ചാൽ മറുപടി എന്തായിരിക്കും? പറയണ്ട. ഈ ദാനിയേൽ പറഞ്ഞ മറുപടി നമ്മളെയാണ് കുടി കൊണ്ടിട്ട് രാവിലെ നമ്മളെ കുടി കൊണ്ടിട്ട് രാവിലെ നമ്മുടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണോ ചോദിച്ചാൽ ജീവനോടോ ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? നമ്മൾ നല്ല മലയാളം പറയും, ഇഷ്ടത്തെ കാപ്പി പോകും. ഈ ദാനിയേൽ പറഞ്ഞ മറുപടിയാണ്. ദാനിയേൽ പറയുകയാണ്, രാജാവ് നീനാണ് വഴക്ക്. അതിനൊരു വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ ദൈവകൃപയാൽ ഞാൻ സുഖമായി. ഈ ഒരു മറുപടി നമ്മളൊന്ന് പറയുന്നു ശീലിച്ചു നോക്കി. ഞാൻ ഇങ്ങനെ ശീലിച്ചു വരുന്നൊക്കെയോ നമ്മളൊന്ന് ശീലിച്ചു നോക്കാം. സുഖമാണോ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവകൃപയാൽ ഞാൻ സുഖമായി. ഇതൊന്ന് കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഒരു ഇംഗ്ലീഷിന്റെ ആംഗലേയ ഭാഷയുടെ ഒരു സാമൂഹിക വളർച്ചയിലേക്ക് നമ്മൾ മാറിക്കും. ദൈവകൃപ എന്നുള്ളത് നമ്മളെ മാറ്റും. ദൈവകൃപയാൽ സുഖമായിരിക്കുമെന്ന് പറയാൻ നമുക്ക് ഭയങ്കര പ്രയാസം. ഇത് എല്ലാ കാര്യത്തിലും വന്നിട്ടുണ്ട്. ഈ മാട്രിമോണിയൽ പരസ്യങ്ങളൊക്കെ വായിക്കുന്ന ശീലമുണ്ട്. ഒരു 10 വർഷം മുമ്പുള്ള 10-15 വർഷം മുമ്പുള്ള മാട്രിമോണിയൽ പരസ്യങ്ങളിലായിരുന്നു കേരളത്തിലെ 170 സെന്റിമീറ്റർ ഉയരമുള്ള വെളുത്ത നിറമുള്ള ടൈറ്റും ഷോർട്ടാനും കഴിച്ച് സുന്ദരിയായ യുവതിക്ക് ദൈവ കൃപയുള്ള ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങളിൽ നിന്ന് അനുയോജ്യമായ ആളുകൾ ക്ഷണിക്കും. ഇതായിരുന്നു 10-15 വർഷം മുമ്പുള്ള ക്രിസ്ത്യൻ മാധ്യമങ്ങളുടെ പരസ്യം. ഈ ക്രിസ്ത്യൻ മാധ്യമങ്ങളുടെ പരസ്യം കഴിയാൻ 15 വർഷം മുമ്പ് ഒത്തിരി മാറ്റം വന്നു. 160 സെന്റിമീറ്റർ ഉയരമുള്ള ഊത നിറമുള്ള MNC പ്രൈവറ്റ് ലിമിറ്റഡ്, മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ജോലി നോക്കുന്ന യുവതി വിദേശത്തോ സ്വദേശത്തോ ജോലിയുള്ള യുവാക്കളിൽ നിന്ന് അവരുടെ വീടുകളിൽ നിന്ന് വിവാഹാലോചന ക്ഷണിക്കുന്നു. ഇവിടെ നഷ്ടപ്പെട്ടു പോയ വാക്ക് ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങളോട് നഷ്ടപ്പെട്ടു പോയി. ഇല്ലാത്തതാണോ നഷ്ടപ്പെട്ടതാണെന്ന് അറിയില്ല. ഒരു ദിവസം ഒരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിലുള്ള വേദനയെ മാത്രമാണ് എൻ്റെ സുഹൃത്തിന്റെ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി അവിടെ ചങ്ങനാശ്ശേരിയിലുള്ള വേദനയെ മാധ്യമങ്ങളിൽ ചെന്നത് ജോർജ് കാണാൻ സാറേ ഡയറക്ടറാണ്. സാറിന് ജസ്റ്റ് പറഞ്ഞാൽ ഇതിന്റെ ആശങ്കമാണ് ചോദിച്ചു, സാറേ എന്താണ് ഈ വാക്കിൽ നഷ്ടപ്പെട്ടു പോയത്? ഈ വാക്കിൽ ഇപ്പൊ അത് കാണാനില്ല. അപ്പോൾ ആ സാർ ജോർജ് സാർ പറയുന്നത് കൃത്യമായ ഡയലോഗ്, അച്ഛാ അതിനൊരു മാർക്കറ്റ് വാങ്ങി വിചാരിച്ചു. എന്തിനാണ്? ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങൾക്ക് മാർക്കറ്റ് വാങ്ങിയില്ല.
നിങ്ങൾ കുറിച്ച് പറയുന്ന ഒരു ആശയം തിരിച്ചു പറയാനുള്ള കാര്യം നമ്മുടെ വീടുകളെ പറ്റി പറഞ്ഞു. ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങൾ ഒരു മാർക്കറ്റുമായില്ല. അവിടെയാണ് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുള്ളത്. ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് ദാനിയേലിനെ തൊട്ട് പറയാൻ പറ്റും. അതിനെ കാണിക്കുന്ന സുവിശേഷവും വചനമായുള്ളത് സാമുവേൽ പുസ്തകത്തിൽ വായിക്കേണ്ടത്. സാമുവേൽ പുസ്തകത്തിലെ വായനയാണ് ദാവീദ് രാജാവിനെ സൗൽ കൊല്ലാനായി ഓടിക്കുമ്പോൾ മലയിടുകളിൽ ഒളിച്ചിരിക്കുന്ന ദാവീദ് ഇങ്ങനെ ഒളിച്ചു നടക്കുന്ന അവസരത്തിൽ ദാനിയേലും അനുജന്മാരെ കാണുകയാണ്. സാവുൽ ഒരു ഗുഹയുടെ വാതിലിൽ ഉണർന്നു. തന്റെ ശത്രു ആ ഗുഹയുടെ വാതിലിൽ ഉണർന്നത് കണ്ടിട്ടും അപ്പോൾ ദാവീദിന്റെ സഹായം ചോദിച്ചു, ഈ സാവുലിന്റെ തല വെട്ടിയെടുത്ത് ദാവീദ് അവന്റെ ഈ സാവുലിന്റെ കുന്തം എടുത്തുകൊണ്ട് ദൂരെ മലമുകളിലേക്ക് ഓടിപ്പോയി. മലമുകളിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, സാവൂൾ മഹാരാജാവേ, ഈ അങ്ങയുടെ കുന്തം എന്റെ കയ്യിലുണ്ട്, ഞാൻ അങ്ങയെ കൊല്ലാതെ. ഈ വായനയിൽ നിന്നാണ് സുവിശേഷത്തിലേക്കുള്ള വളർച്ച വരുന്നത്. ക്രിസ്തു പറയുന്നു, യേശു ക്രിസ്തു പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കും. ശത്രുവിനെ സ്നേഹിക്കും. പഴയ കാലത്ത് പള്ളിവികാരിയായിരിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി വന്നിട്ട് എന്നോട് വെച്ചാൽ ഒരു 3 കുർബാനകൾ എന്റെ കയ്യിൽ നിന്ന് ചുരുട്ടി പിടിച്ചിരിക്കുന്ന പൈസ എന്തെങ്കിലും കൊടുത്തത്. അപ്പോൾ കഴിഞ്ഞ ചുരുട്ടിനാണോ പൈസ ചുരുട്ടി പിടിച്ച് കൊടുത്തു. ഈ ചുരുട്ടി പിടിച്ച പൈസ എന്റെ കിടന്നു നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 3 500 നോട്ടാണ്. സാധാരണ 100 രൂപ കുർബാനയ്ക്കുള്ള നാട്ടിലുള്ള ആ സമയത്ത് 500 നോട്ട് 3 കുർബാന ഓരോ കുർബാനയ്ക്ക് 500 രൂപ എന്റെ കണ്ണാണ് വിളിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ നിയോഗം എന്താ? ഉടനെ സത്വസംഭാവന ചോദിക്കും. സത്വസംഭാവന കുർബാന ഞാൻ അമ്മയിൽ ക്ലാസ് എടുത്ത് വിശുദ്ധ കുർബാന പറയാൻ അത് സ്നേഹത്തിന്റെ വേദിയാണ്. ക്രിസ്തുക്ക് കുരിശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ച വേദി ക്ഷമയുടെ വേദിയാണ് എന്നൊക്കെ പറഞ്ഞ 1.5 മണിക്കൂർ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറയും, എഴുതിയിട്ടുണ്ടോ പൈസ അമ്മയ്ക്ക് മനസ്സിലായത് ദൈവത്തെ സന്തോഷിക്കുമ്പോൾ അങ്ങോട്ട് അമ്മയുടെ വേറെ അച്ഛന്മാരുണ്ടോ? നമ്മുടെ അവസ്ഥയില്ല. നമുക്ക് എങ്ങനെയോ അവനെ ഇല്ലാതാക്കി. ശരിക്കും കാര്യമായ ശബ്ദങ്ങളൊന്നുമില്ല. പല ശബ്ദങ്ങളും നമ്മൾ മനസ്സിലിട്ട് വളർത്തിയെടുക്കും. നമുക്ക് അസൂയ കൊണ്ടുണ്ടാകുന്ന അവരിലുണ്ടാകുന്ന നന്മയിലേക്കാണ് 95% നമ്മുടെ ശത്രുതയും വളർന്നത്. നമ്മുടെ മനസ്സിനെ ശത്രുതയിട്ടിട്ട് നമ്മൾ അവരെ ശത്രുവായി സങ്കല്പിച്ച് അവനോട് മകൾക്ക് നമ്മുടെ മനസ്സിലാക്കുന്നത്. ശരിക്കും ശത്രുതയുണ്ടെങ്കിൽ ഉള്ളവരോട് ഞാൻ പറയാറുള്ളത് ആരോഗ്യം അത് നമുക്ക് തലയോടില്ല, ധൈര്യമില്ല. ക്രിസ്തു ശത്രുക്കളെ ഇല്ലാതാക്കുക. ശത്രുവിനെ സംഭരിച്ചവനാണ് ക്രിസ്തു. പക്ഷെ ആയുധം സ്നേഹവും ക്ഷമയുമായിരുന്നു. ഇവിടെയാണ് ക്രിസ്ത്യാനികളുള്ളത്. സമൂഹത്തിന് മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തരാകുന്നത്, വ്യത്യസ്തരാകുന്നത്. സ്വാഭാവികമായി മനുഷ്യൻ മൃഗമാണെന്ന് പറയുന്നത് അവന്റെ മൃഗവാസനയാണ് ഉപദ്രവിച്ചാൽ തിരികെ ഉപദ്രവിക്കാറുള്ളത്. അതൊരു സ്വാഭാവിക പ്രവണത. ഈ സ്വാഭാവിക പ്രവണതയെ അതിജീവിക്കാനാണ് ക്രിസ്തു പറയുക, ഒരു ചെവിയുടെ തടിവാന് മറുചെവിയുടെ കാണിച്ചു കൊടുക്കും. സ്നാപകന്റെ വാക്കുകൾ പറഞ്ഞാൽ ഞാൻ ഇല്ലാതായി അവരെ വളരണം. നമ്മളൊക്കെ ഇവിടെ വന്ന് നീ അധ്വാനിക്കുന്നതൊക്കെ നമ്മുടെ കുടുംബം നന്മയിലേക്ക് വളരാൻ നമ്മളൊക്കെ ഇല്ലാതായി നമ്മുടെ വീടിൻ്റെതായ സുരക്ഷിതത്വങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് ഇത് വലിയ നന്മയാണ്. നമ്മള് വായ്പ കൊടുത്ത തീരെ വാങ്ങരുതെന്നാണ് സുവിശേഷം പറയുന്നത്. ഇനി അതിലൂടെ പരിചയങ്ങളാണെന്നാൽ
കൊടുക്കും, കുത്തിനെ പിടിച്ച് വലിച്ചിട്ട് കഴിക്കും. അപ്പോ ഇങ്ങനെ തീരെ പ്രതികരിക്കുന്നവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേരാണ് സുവിശേഷം. ഇന്നത്തെ സുവിശേഷം വിളിക്കുന്ന പേരാണ് പാപം. അതിൽ നിന്ന് ഒരു പടി ഉയർന്ന് ക്രിസ്തുവിനെ പോലെയാകും. ദാവീദിന്റെ മകനായ ക്രിസ്തു ദാവീദ് സൗലിനോട് ക്ഷമിച്ചതുപോലെ കുരിശിൽ കിടന്നപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുകയും ഇവരോട് ക്ഷമിക്കണം. പിതാവിന്റെ സന്നിധിയിൽ തന്നെ മുദ്രവെച്ചവരെ, തന്റെ ശരീരത്തിൽ ആണികളെ അടിച്ചു കയറ്റി, തന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയവനെ, തന്റെ ശിരസിൽ പൊൻകിരീടം അണിയിച്ചവനെ, തന്റെ മുഖത്ത് തുപ്പിയവനെ, തന്റെ ദേഹത്ത് ചാട്ടവാറുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചവനെ, രക്തം ചിന്താൻ പ്രേരിപ്പിച്ചവനെ അവനോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ക്ഷമിക്കാനുള്ള കാരണം കൂടെ പിതാവ് പറഞ്ഞുകൊടുത്ത് പിതാവിനോട് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ശത്രുതയെ കുരിശിൽ ഇല്ലാതാക്കുന്ന പ്രശ്നം. ഈ വരികളാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ ഈ വചനം ഈ ആണ്ടോളത്തിൽ, ഈ മൂന്നാമത്തെ ആണ്ടോളത്തിന്റെ ഈ ഞായറാഴ്ചയുടെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. ഈ സുവിശേഷത്തിന്റെ ഈ അതിസ്വാഭാവിക തലത്തിലേക്കാണ്, ശത്രു സംഹാരത്തിന്റെ തലത്തിലേക്കാണ്. ശത്രുവിനെ സംഹരിക്കേണ്ടത് ക്ഷമവും സ്നേഹവും. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും എന്നുള്ളവരെ സുവിശേഷം അവസാനിപ്പിച്ച് ഈ വേദിയിലേക്ക് വിശ്വാസ പ്രമാണത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇതൊരു കരുണയുടെ വേദിയാണ്. അവൻ നമ്മളോട് കാണിക്കുന്ന കാരണം അത്രയും ചെയ്ത് കൊടുക്കാൻ പറ്റിയിരിക്കുന്നു. അതൊരു 20% ഒഴിവാക്കി 80% കൊടുത്തുകൂടെ ഞാൻ നല്ല ക്രിസ്ത്യാനികളായി ജീവിച്ചുകൂടെ? ഈ ചോദ്യത്തോടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊക്കെ ഇവിടെ ക്രിസ്തു കുർബാനയിൽ പ്രത്യേകമായ നിയമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരേതരെയും പ്രത്യേകമായ നിയമം സമർപ്പിക്കുന്നവരെയും പ്രതികാരങ്ങളെ അപേക്ഷിക്കുന്നവരെയും ഒക്കെ സമർപ്പിച്ച് പരിശുദ്ധ പിതാവിനെ ഈ വേദിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് വിശ്വാസപ്രമാണം. ഏക ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പരിത്രാണത്തിന്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തെയും ഞങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഈ നാടിനെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. രാജ്യത്തെ നയിക്കുന്നവർ സമാധാനം ആഗ്രഹിക്കുന്നവരാകാനും ജനങ്ങൾക്ക് പരസ്പരം സ്നേഹവും ഐക്യവും സഹവർത്തിത്വവും ഉള്ളവരാകുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാണ് അങ്ങേ അവതാരിക്കാൻ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനാണ്. സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവെ അർഹമായ ശുശ്രൂഷ വഴി ഞങ്ങളെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾക്ക് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ മഹിമയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ അർപ്പിക്കുന്നത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ
ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ്വ അത്ഭുത പ്രതിഭാസങ്ങളും അവൻ അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാത്തിന്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യും. ആദ്യം ഞങ്ങളും എല്ലാ മാലാഖമാരോടും ഒപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആരാധിക്കുന്നു. സത്യമായ പരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സകല ജനാലയങ്ങൾ സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും വർദ്ധീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു വ്യക്തി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒന്നിച്ചു കൂട്ടുന്നതിന് നാം വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവെയും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങളോട് വന്നിരിക്കുന്ന തിരുവും കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുകയും എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനകത്താവെ അങ്ങയുടെ രക്ഷാകരമായ പീഡാസനവും അമനീയമായ സ്വകാരോപണവും ഓർത്തുകൊണ്ടു അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവനായവും പരിപാലനവുമായി ഇവരെ
ഹൃദയത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ വ്യക്തമാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീരുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുപ്പുകളെടുത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്ട ജീവമാതാവായി ഏറ്റവും പ്രസിദ്ധയോടും ആ കന്യകയുടെ ഭർത്താവായ ബാക്കിയുള്ള യേശുവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ളവരുടെ നിരന്തരം ആർത്തിസ്ഥാൻ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിലേക്ക് സർവ്വലോകത്തിലെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ദൂതാധ്യക്ഷനായ മെത്രാപ്പൊലീത്തരോടും വൈദിക സന്യസ്തരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവനന്തപുരമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവ്വം ഒന്നിക്കണമേ. ഞങ്ങളുടെ പ്രതിയാകുന്ന സഹോദരി സഹോദരന്മാരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വകാലത്തിൽ കൃത്യമായി സമുദ്രത്തിലാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ പ്രവേശിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായി ഹൃദയം നമുക്ക് ഏറ്റുപറയാം. സമാധാനം കൈവാർന്നു നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിരുദ്ധകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത്
അങ്ങേ തിരുവിളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐശ്വര്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിലെ പാപങ്ങളും നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക.
നമ്മുടെ ജൂബിലി പ്രമാണിച്ചുള്ള ഉദ്ഘാടനം മാർച്ച് 8 തീയതി സാധ്യതയാണ്. ഒത്തിരി പേര് അതിൻ്റെ കൂടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇനിയും അത് ചെയ്യാത്തവരെ ചെയ്യണം. ഏകദേശം നമ്മുടെ പള്ളിയിലെ ബസിലേക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാധാന്യമുള്ളവരെ നമ്മുടെ ഗ്രൂപ്പിൽ ഷിജോയുടെയും അതുപോലെ തന്നെ രാകേഷിൻ്റെയും നമ്പറുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ നോക്കിയാൽ സമർപ്പിക്കാവുന്നതാണ്. പോസ്റ്റ് ചെയ്തോളാം. പ്രാധാന്യമുള്ളവരെ പെട്ടെന്ന് അവരെ അറിയിക്കണം എന്നുള്ള ഉറപ്പുകയാണ്. 8 മണിക്കാണ് ബസിലേക്ക് കുർബാന നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് 50 മിനിറ്റ് കുർബാന കണ്ടിട്ടുള്ളൂ. കുർബാന ഉണ്ടാകാം. ഇപ്പം ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി അതുകൊണ്ട് നേരത്തെ പ്രത്യേകിച്ച് വണ്ടി അറേഞ്ച് ചെയ്യുന്നവരെ അറിയിക്കാൻ പറയുകയാണ്. അത് സമയം അറേഞ്ച് ചെയ്ത് നേരത്തെ പുറപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബസിലിക്കയിലെ കുർബാന ചിന്തിക്കാനോട് വെച്ച് കുർബാന ചെയ്യുന്ന ആഗ്രഹമുള്ളവർ ഇവിടെ എത്തിയിരിക്കും. മോളെ വന്നിട്ട് കുർബാനിക്കുന്ന നേരത്ത് നിയോഗമെന്ന് പറഞ്ഞ് സംഘത്തിലേക്ക് വരുന്നത് നമ്മുടെ പള്ളിയല്ല. അവർക്ക് അവരുടെ മാറുന്ന ഒത്തിരി പേര് മുഴുവൻ പോകുന്നവർ ഏൽപ്പിക്കുക. ബാക്കിയുള്ള പള്ളികളിലോ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പൂർണ്ണ ആഗ്രഹിച്ചുകൊണ്ടാണ് പോവുക. നമുക്ക് തീർത്ഥാടനം പറയും. പക്ഷേ ഞായറാഴ്ച രണ്ടാഴ്ചകളിലൊക്കെ തീർത്ഥാടന ബോധത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുർബാന കഴിയുന്നവരെ പ്രാർത്ഥിച്ചേക്ക് പോകുന്നതായിരുന്നു. നമുക്കതിനെ പോകുന്നത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് നമ്മൾ പോകുക. അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അത് കഴിയുന്ന സമയം നിങ്ങളെ ആഘോഷിക്കാൻ കഴിയുക. ഇവിടുന്ന് കുർബാന കഴിയുന്ന സമയം പ്രാർത്ഥിച്ച് ജവാനിലേക്ക് ഒക്കെ പോകണം. പോകുന്നവർ ആഗ്രഹിക്കുന്നവർ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. വിശുദ്ധ കുർബാന അർപ്പിച്ചിരിക്കണം, അർപ്പിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കണം, സാധിക്കണം. പക്ഷേ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം കുർബാന ചെല്ലണം. അടുത്ത ഞായറാഴ്ച നമ്മൾ തീർത്ഥാടനം പോകുന്ന എല്ലാവരും തന്നെയാണ് ഞായറാഴ്ചയിൽ സഹിക്കണം എന്ന കാര്യം ഉൾപ്പെടുത്തുകയാണ്. പ്രയാസമായിട്ട് അതുകൊണ്ട് തീർത്ഥാടനത്തിന് വേണ്ടി വരുന്നവർ സാധിച്ച് ഒരുക്കി പോകുന്നതിൻ്റെ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. അത് മുന്നോട്ട് ഓർമ്മിപ്പിക്കുക. അടുത്ത ആഴ്ച നമ്മുടെ നോമ്പ് ആരംഭിക്കുകയാണെന്ന് നമുക്കറിയാം. അടുത്ത ഞായറാഴ്ച 14 നോമ്പ് ആരംഭിക്കും. 3 തിങ്കളാഴ്ച കുർബാനയ്ക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് അടുത്ത ഞായറാഴ്ച കഴിയുമ്പോഴേക്ക് പെരുന്നാൾ ആചരിക്കുന്നത് സമയമാണ്. ആചരിക്കുന്നത് ഞായറാഴ്ചയാണ് ആചരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച പെരുന്നാൾ അക്രമസാമയുടെ നാട്ടുകാരി കഴിഞ്ഞ ഞായറാഴ്ച ആചരിക്കുന്നു. ജൂൺ 22 തീയതിയാണുള്ള കാര്യം. ഓരോ മാസം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കണം വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ സഹോദരനെ കൊടുക്കാമെന്ന് ആചാരത്തിലുണ്ട്. ഓരോ പദ്ധതികൾ യോഗം ഉണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അവർക്കും അതൊരു അധിക ബാധ്യതയായിട്ട് വരില്ല. നിങ്ങൾ മറ്റു ചേർന്ന് 2 പേരും കൂടെ വന്നിട്ടുണ്ട്. 2 പേരുടെ
ഈ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന ഉയർത്താം. കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, രഹസ്യങ്ങൾ വഴി അവയുടെ ആചാരം സ്വീകരിച്ചുകൊണ്ട് അവയുടെ ഫലം അനുഭവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുകയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തിൽ പോകുകയും പ്രിയ സഹോദരരെ, നൽകുന്നവരിൽ പോയ സഹോദരങ്ങളുടെ ആത്മശാന്തിക്കായി സ്വർഗീയപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.
അങ്ങയുടെ ദാസനെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുപ്പുള്ളവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്കതീതവുമായ